ഫ്രണ്ട്സ്, വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പ് നിങ്ങളെ ചെറിയൊരു കാര്യം ഓർമ്മപ്പെടുത്തിക്കോട്ടെ. നമ്മുടെ വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യണമെന്നും അതോടൊപ്പം നിങ്ങൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും തൊട്ടടുത്ത് കാണുന്ന ഒരു ബെല്ലൈക്കൻ എനേബിൾ ചെയ്യാനും മറന്നു പോകരുത്. ഹായ് ഹലോ, ശബരീസ് വിഷൻ്റെ മറ്റൊരു പുതുപുത്തൻ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോളേ കുറച്ച് ക്ഷീണിച്ചിട്ട് നിൽക്കുകയാണ്. വേറെ ഒന്നല്ല, ട്രിപ്പ് പോയിട്ട് വരികയാണ്. ബിഎഡിൻ്റെ ഭാഗമായിട്ടുള്ള ഐവിക്ക് പോയതാണ്. അപ്പോൾ ഇതാ കണ്ടില്ലേ, വൈബ് വണ്ടിയൊക്കെ ആയിരുന്നു, പിള്ളേരും വൈബാണ്. അപ്പോൾ നല്ല ക്ഷീണമുണ്ട്, ഫുഡ് മേടിച്ച് ഇത്തിരി ക്ഷീണിച്ചിട്ട് നിൽക്കുകയാണ്. അപ്പോൾ കൂടുതൽ വിശേഷങ്ങളൊന്നും പറഞ്ഞ് പൊലിപ്പിക്കണില്ല. ഒരു 4 ദിവസത്തെ ട്രിപ്പായിരുന്നു, അതങ്ങോട്ട് തകർത്തു. അതിൻ്റെ വിശേഷങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കാണിക്കാൻ പോണേ. ചിക്കമംഗളൂർ, അതുപോലെ ഡണ്ടേലി, ഗോകർണം, ഇവിടേക്കായിരുന്നു ട്രിപ്പ്. മൊത്തത്തിൽ പരിപാടി കളറായി. അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളാണ്, കൂടുതലൊന്നും പറഞ്ഞു പൊലിപ്പിക്കുന്നില്ല. നേരെ പോകാം വീഡിയോയിലേക്ക്. സോ ഫ്രണ്ട്സ്, അപ്പോൾ നമുക്ക് പോകാനുള്ള വണ്ടി വന്നിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും പെട്ടിയും കടക്കൊക്കെ എടുത്ത് നേരെ വണ്ടിയിലേക്ക് കയറാൻ പോവാണ്. കോഴിക്കോടുള്ള പെരുമാൾ എന്ന് പറഞ്ഞ ടൂറിസ്റ്റ് ബസ്സിലാണ് നമ്മൾ പോകുന്നത്. പോകുന്ന വഴിക്ക് നമ്മുടെ കുറച്ച് കൂട്ടുകാരൊക്കെ വഴിയിൽ നിന്ന് കയറ്റാണ്ട്. അപ്പോൾ എല്ലാവരെയും വണ്ടിയിൽ കയറ്റി നേരെ നമ്മുടെ കുതിരവട്ടം പപ്പു പറയണ പോലെ താമരശ്ശേരി ചുരം വഴി നേരെ നമ്മൾ വിടുകയാണെങ്കിൽ നമ്മുടെ ഫസ്റ്റ് ഡെസ്റ്റിനേഷനായ ചിക്കമംഗളൂർ. അപ്പോൾ നമ്മുടെ വയനാടിന്റെ ആ ഒരു ചുരത്തിന്റെ മനോഹരമായ കാഴ്ചകളൊക്കെ ആസ്വദിച്ചുകൊണ്ട് ചെറിയ സൺസെറ്റ് ഒക്കെ കണ്ട് നമ്മൾ നേരെ ഇങ്ങനെ യാത്ര തുടരുകയാണ്. ഏകദേശം ഓവർനൈറ്റോട് കൂടിയേ നമ്മൾ അവിടെ ചിക്കമംഗളൂർ എത്തുള്ളൂ എന്നാണ് ഇപ്പോൾ ഡ്രൈവർ ചേട്ടന്മാരൊക്കെ പറഞ്ഞത്. എന്താ പറയാ, ഈ മനോഹരമായ കാഴ്ചകളൊക്കെ കണ്ട് നമ്മുടെ അനൂപ് ചേട്ടന്റെ കിഡിലൻ ഡ്രൈവിംഗ് ഒക്കെ ഉണ്ട്. ഞാൻ അങ്ങനെ ആ ഒരു ഡ്രൈവിംഗ് ക്യാബിനിൽ കൂടിയിട്ടോ. എന്താ പറയാ, നല്ല എയർപിൻ ഇങ്ങനെ തിരിച്ച് വളച്ച് ഇങ്ങനെ ഒടിച്ചിടുകണൊക്കെ. നേരത്തെ പറഞ്ഞ പോലെ കുതിരട്ടം പപ്പു പറഞ്ഞ പോലെ ഒരു പൊടി അങ്ങോട്ടോ ഒരു പൊടി ഇങ്ങോട്ടോ മാറിയ അപ്പൊ അത്രേ പറയാനുള്ളൂ. യാത്രയുടെ ഉറക്കല്ലേ, അത്രേ പറയാനുള്ളൂ. ഇനിവേ നല്ല രസമുള്ള കാഴ്ചകളാണ്. എല്ലാവരും കണ്ണ് ചിമ്മാതെ നോക്കിയിരുന്നോ. കൂടുതൽ വിശേഷങ്ങളൊക്കെ കണ്ടു തന്നെ അറിയാം. അങ്ങനെ അന്താക്ഷരി കളിയും ഡാൻസ് കളിയും എല്ലാം കഴിഞ്ഞപ്പോൾ നല്ല വിശപ്പ്. നേരെ ഡ്രൈവർ ചേട്ടനോട് വണ്ടി ഒതുക്കാൻ പറഞ്ഞു. അങ്ങനെ ഒരു പെട്രോൾ പമ്പിൽ വണ്ടി ഒതുക്കി ഫുഡൊക്കെ അടിച്ചു. അപ്പൊ ആ ഒരു വണ്ടിയുടെ ഡ്രൈവിംഗ് ക്യാബിൻ കണ്ടപ്പോൾ ഒരു പൂതി. അങ്ങനെ കയറിയിരുന്നു, ഇന്നാണ്ട് ഫോട്ടോ ഒക്കെ എടുത്ത് നേരെ വിട്ടു. അങ്ങനെ കുറച്ച് ഓവർനൈറ്റോട് കൂടി നമ്മൾ നമ്മുടെ ഹോട്ടലിലെത്തി. ചെന്ന് കയറിയതേ അറിഞ്ഞുള്ളൂ, കട്ടില് കണ്ടതും യഥാഹുത ഒറ്റ ഉറക്കായിരുന്നു കേട്ടോ. രാവിലെ തന്നെ എഴുന്നേറ്റ് ഫ്രഷായി നേരെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വിട്ടു. വളരെ എന്താ പറയാ, സൂപ്പർ ഫുഡായിരുന്നു. പിന്നെ അത് കഴിഞ്ഞ് നമ്മൾ പോകാൻ പോകുന്ന ഒരു ട്രക്കിങ്ങിനാണ്. അപ്പൊ അതിന്റെ ഇടയിൽ ഒരു വണ്ടിയൊക്കെ കണ്ടപ്പോൾ ചെറിയൊരു ഫോട്ടോ ഒക്കെ എടുത്തു. ഇത് അതിലാക്കണ്ടേ. അങ്ങനെ നമ്മൾ ഒരു 3 വണ്ടിയിലായിട്ടാണ് എല്ലാവരും കൂടി പോകുന്നത്. ഇതാണ് നമ്മൾ പോകുന്ന വണ്ടി. ഞാനും എൻ്റെ പ്രിൻസിപ്പാളും അതുപോലെ ജമാൽ സാറ്, കുറച്ച് കൂട്ടുകാർ എല്ലാവരും കൂടിയാണ് ഒരു വണ്ടിയിലുള്ളത്. ബാക്കിയുള്ളവരൊക്കെ 2 വണ്ടിയിൽ 2-3 വണ്ടികളിലൊക്കെ ആയിട്ട് അവരും വരുന്നുണ്ട്. അപ്പോൾ ആ ഒരു ട്രക്കിങ്ങിന്റെ വിശേഷങ്ങളാണ് ഇനി കാണാൻ പോകുന്നത്. സൂപ്പർ ഡ്രൈവിംഗ് ആണ്. അങ്ങനെ നമ്മൾ അവിടെ എത്തി കുറച്ച് മലയൊക്കെ കയറി. എന്താ പറയാ, കുറച്ച് വിശർക്കുന്ന പരിപാടിയാണ്, പക്ഷെ അതൊരു രസമായിരുന്നു. അപ്പൊ അതിന്റെ വിശേഷങ്ങൾ കാണാം.
അങ്ങനെ നമ്മൾ ഈ ഒരു മുളയനഗിരി പീക്കിൽ നിന്ന് തിരിച്ചിറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഇന്ന് നമ്മൾ നേരെ പോകുന്ന ഒരു ദർഗ കാണാനാണ്. അവിടെ വീഡിയോ ഒന്നും അലൗഡ് അല്ല, അതുകൊണ്ട് തന്നെ അവിടുത്തെ വീഡിയോ ഒന്നും ഇതിൽ ഉൾക്കൊള്ളിച്ചിട്ടില്ല. പിന്നെ അവിടെ നമ്മളൊരു എന്താ പറയുക, ഒരു ഹിൽ സ്റ്റേഷൻ നടന്ന് കാണാനൊക്കെ ആയിട്ട് പോകുന്നുണ്ട്. അതാണ് നമ്മൾ അടുത്ത് കാണാൻ പോകുന്നത്. നമുക്കിനി അവിടുത്തെ കാഴ്ചകൾ കാണാം. എന്താ പറയാ, നല്ല ഭംഗിയുള്ള ആ വ്യൂവും അതുപോലെ ഒരു എന്താ പറയാ ഒരു വ്യൂ പോയിന്റും എല്ലാം ഉണ്ട്. അതിന്റെ ഇടയിൽ ചെറിയൊരു വാട്ടർഫോൾ, ഈ കാണുന്ന ചെറിയൊരു വാട്ടർഫോൾ, നമ്മൾ ഇടയിലൊന്ന് മെല്ലെ ചവിട്ടിയായിരുന്നു വണ്ടി. ഇനി നേരെ അങ്ങോട്ടാണ്. അങ്ങനെ നമ്മുടെ ട്രിപ്പിന്റെ ഫസ്റ്റ് ഡേ ഇവിടെ നല്ല രീതിയിൽ അവസാനിക്കുകയാണ്. ഇനി ഇന്നത്തെ രാത്രി ഉറക്കവും കിടപ്പും ഒക്കെ വണ്ടിയിൽ തന്നെയാണ്. കാരണം എന്താ വെച്ചാൽ കുറച്ച് ദൂരം ഹെവി ഡ്രൈവ് തന്നെ ഉണ്ട്. അപ്പൊ ആദ്യം കുറച്ചു നേരമൊക്കെ ഉറങ്ങി, പിന്നെ ഞാൻ നമ്മുടെ ഡ്രൈവർ ചേട്ടന്മാരുടെ കൂടെ ഫ്രണ്ടിൽ കൂടി നല്ല നല്ല കാഴ്ചകളൊക്കെ പകർത്തി. ഇടയിൽ ഒരു ചായ കുടിക്കാനൊക്കെ വണ്ടി നിർത്തി ഇറങ്ങി ചായയൊക്കെ കുടിച്ചു. എന്നിവ നല്ല രീതിയിൽ ഒരു രാത്രി കുഴപ്പമില്ലാതെ കടന്നുപോയി. അങ്ങനെ നമ്മൾ നമ്മുടെ റിസോർട്ടിലെത്തി. അങ്ങനെ എന്താ പറയാ, രാവിലെ തന്നെ ഫ്രഷായി നല്ല കിഡിലൻ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ അകത്താക്കി നേരെ എന്താ പറയാ നമ്മുടെ സുഹൃത്തുക്കളുടെയും അതുപോലെ ടീച്ചേഴ്സിന്റെ ഒക്കെ പാട്ടൊക്കെ കേട്ട് ആസ്വദിച്ച് നേരെ പോകുന്നത് ഡണ്ടൈലിയിൽ തന്നെയുള്ള ഒരു കിഡിലൻ കയാക്കിങ് അതുപോലെ ഇത്തരത്തിലുള്ള വാട്ടർ ആക്ടിവിറ്റീസ് ചെയ്യുന്ന ഒരു സ്ഥലത്തേക്കാണ്. അതെന്താ പറയാ, ഈ ഒരു ട്രിപ്പിൽ ഞാൻ പേഴ്സണലി വളരെ സന്തോഷിച്ച കുറച്ച് നിമിഷങ്ങളിൽ ഒന്നായിരുന്നു ആ ഒരു വാട്ടർ ആക്ടിവിറ്റി പ്ലേസിലെ എന്താ പറയാ പല കാര്യങ്ങളെന്ന് പറയുന്നത്. നല്ലൊരു പീസ്ഫുൾ ആയ ഏരിയ ആണ്. എന്താ പറയാ, നമ്മൾ ചെന്ന് അലമ്പാക്കിയെന്നേ ഉള്ളൂ. അവിടെ ചെന്നിട്ട് കിഡിലൻ പ്ലേസ് ആണ്, നല്ല രീതിയിൽ എൻജോയ് ചെയ്തു. അവിടെ ചെന്ന് എന്താ പറയാ എല്ലാം തുടങ്ങിയപ്പോ ഞങ്ങളുടെ പ്രിൻസിപ്പൾ നേരെ വെള്ളത്തിൽ എടുത്ത് ചാടി. ഇവർക്ക് ബോട്ടും വേണ്ട കയാക്കും വേണ്ട ഒന്നും വേണ്ട, മൂപ്പര് നേരെ ലൈഫ് ജാക്കറ്റ് നിർബന്ധമായിട്ട് അതിട്ട് വെള്ളത്തിൽ ചാടി. പിന്നെ ഞാനും എന്റെ അമിനും കൂടിയിട്ട് നേരെ കയാക്കൊക്കെ എടുത്ത് തുഴഞ്ഞ് എന്താ പറയാ അവിടുത്തെ ആ ഒരു വിഷ്വൽ ബ്യൂട്ടി ഒക്കെ ഒന്ന് കവർ ചെയ്ത് കുറച്ച് പേരെ ഫോട്ടോസൊക്കെ എടുത്തു കൊടുത്ത് അങ്ങോട്ട് എൻജോയ് ആക്കി. അത് കഴിഞ്ഞ് ഞാനും ഒരു ബോട്ടിൽ കയറി. അതിന്റെ ഇടയിൽ വേറെ സംഭവം ഉണ്ടായി. ഈ ഒരു കാണുന്ന റൗണ്ടിന്റെ ഉള്ളിൽ കയറി അവിടുത്തെ പയ്യനെയും വെല്ലുവിളിച്ച് പയ്യന്റെ പേര് വെള്ളം അടിച്ച് തെറിപ്പിക്കുകയായിരുന്നു. അങ്ങനെ അതൊക്കെ തകർത്ത് ഇറങ്ങി. പിന്നെ ഞാനും എന്റെ പിള്ളേരുടെ മേത്തേക്ക് അതൊക്കെ എടുത്ത് വെച്ച് തമാശക്ക് കേട്ടോ. അത് കഴിഞ്ഞ് ബോട്ടിൽ കയറിയിട്ട് എന്താ പറയാ കുറച്ച് ദൂരമൊക്കെ പോയപ്പോ ഞാനും വെള്ളത്തിൽ എടുത്ത് ചാടി. വെള്ളം കണ്ടാൽ നമുക്കും വെറുതെ വിടാൻ പറ്റും. നമ്മളും ചാടി നീന്തി തകർത്തടിക്കി. അപ്പൊ ആ വിശേഷങ്ങളൊക്കെ ഒന്ന് കണ്ടു വാങ്ങി. നമ്മക്കിട്ട് ഹോൺ അടിച്ച് കളിയാക്കാൻ വന്ന നമ്മൾ വെറുതെ വിടുവോ? അങ്ങോട്ട് തകർത്ത് കൊടുത്തു. അങ്ങനെ നീന്തി തുടിച്ച് വന്നോണ്ടാണോന്ന് അറിയില്ല, നല്ല വിശപ്പ്. അങ്ങനെ ആ ഫുഡൊക്കെ അടിച്ചൊന്ന് കിടന്ന് ഉറങ്ങി കഴിഞ്ഞപ്പോ നമ്മുടെ വാട്ടർ കം DJ ഡാൻസ് തുടങ്ങിട്ടാ. തീർന്നില്ല, ഇനി ഇതിന്റെ പിന്നാലെ ഒരു സ്വിമ്മിംഗ് പൂളിൽ അർമാതും അത് കഴിഞ്ഞ ഒരു ചെറിയ ക്യാമ്പ് ഫയർ ഉണ്ട് ട്ടാ.
എല്ലാ റമാദും കഴിഞ്ഞപ്പോൾ നമ്മുടെ പതിവ് അസുഖം വിശപ്പ് നേരെ പോയി ഫുഡ് അടിച്ചു. അത് കഴിഞ്ഞ് നമ്മുടെ ഒരു ചെറിയ ക്യാമ്പ് ഫയറിൻ്റെ ചുറ്റോറം ഇരുന്ന് എല്ലാവരും പാട്ടും കഥയൊക്കെ ആയി അങ്ങോട്ട് എൻജോയ് ചെയ്ത് ഈ ഒരു രാത്രി മനോഹരമായി കടന്നുപോയി. അങ്ങനെ രാവിലെ 6 മണിക്ക് തന്നെ നമ്മൾ ഈ ഒരു വൈൽഡർനെസ്റ്റ് എന്ന് പറയുന്ന റിസോർട്ടിൽ നിന്ന് യാത്രയായി. ഇനി നമ്മൾ നേരെ പോകുന്നത് ഗോകർണത്തേക്കാണ്. ഗോകർണം ബീച്ച് അതുപോലെ തന്നെ ഗോകർണം ഫോർട്ട് ഒക്കെ നമുക്ക് വിസിറ്റ് ചെയ്യാനുണ്ട് എന്നാണ് പറഞ്ഞത്. അതിൽ ഈ ഗോകർണം ബീച്ചിനൊരു പ്രത്യേകത ഉണ്ട് കേട്ടോ. പാവങ്ങളുടെ ഗോവ എന്നാണ് ഈ ഒരു ഗോകർണം ബീച്ചിനെ അറിയപ്പെടുന്നത്. അങ്ങനെ ഈ ഒരു ഗോകർണം ബീച്ചിൽ ഇങ്ങനെ കറങ്ങിയടിച്ച് നടക്കുന്നതിനിടയിൽ എനിക്കും അമീനും ജമാൽ സാറിനും കൂടി ഒരു അറബിയെ കണ്ടുമുട്ടാൻ സാധിച്ചു. എന്താ പറയുക, വളരെ മാന്യനും അതുപോലെ ഒരുപാട് അറിവുള്ള ഒരു വ്യക്തിയായിരുന്നു അദ്ദേഹം. അദ്ദേഹത്തെ കണ്ടുമുട്ടിയതാണ് സത്യം പറഞ്ഞാൽ ഈ ഒരു ബീച്ചിൽ പോയതിൽ ഏറ്റവും വലിയൊരു ഗുണകരമായ മാറ്റം സംഭവിച്ചത്. അദ്ദേഹത്തെ എന്താ പറയുക അടുത്തറിയാനും ഒരുപാട് സംസാരിക്കുവാനും ഒക്കെ സാധിച്ചു. അദ്ദേഹത്തിന് നമ്മുടെ ഇന്ത്യൻ സംസ്കാരത്തെ വളരെയധികം അട്രാക്റ്റ് ആയതുകൊണ്ടാണ് അദ്ദേഹം ഇവിടെ വന്നതെന്നൊക്കെ ഞങ്ങൾക്ക് പറഞ്ഞു തന്നു. അങ്ങനെ അദ്ദേഹവുമായി ഒരുപാട് സംസാരിച്ചു. പിന്നെ ഞങ്ങൾ അവിടുത്തെ ഒരു ചെറിയൊരു നാടൻ ഷോപ്പിൽ കയറിയിട്ട് എന്താ പറയുക മോരും വെള്ളവും അതുപോലെ അവിടുത്തെ സ്പെഷ്യൽ ലേസി എല്ലാം കഴിച്ചു. ഇതൊക്കെയാണ് ഈ ഒരു ഏരിയയിലെ ഒരു വിശേഷം എന്ന് പറയുന്നത്. അങ്ങനെ ലഞ്ചൊക്കെ കഴിച്ചതിന് ശേഷം ഇപ്പോൾ നമ്മൾ നേരെ വന്നിട്ടുള്ളത് ഇവിടെ ഗോകർണത്ത് തന്നെയുള്ള മിർജാൻ ഫോർട്ട് എന്ന് പറയുന്ന ഒരു ഫോർട്ട് കാണാനായിട്ടാണ്. പഴയ കാലത്ത് ധാന്യങ്ങളൊക്കെ ശേഖരിക്കാനായിട്ട് ബ്രിട്ടീഷുകാർ നിർമ്മിച്ചിട്ടുള്ള ഒരു ഫോർട്ടാണ് ഇത് എന്നാണ് അറിയാനായിട്ട് സാധിച്ചിട്ടുള്ളത്. അങ്ങനെ മിർജാൻ ഫോർട്ടിൽ നിന്ന് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്ത് വൈബായി ഞങ്ങളിതാ ഈ ട്രിപ്പിലെ ലാസ്റ്റ് ഡെസ്റ്റിനേഷനിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. പോകുന്ന വഴിക്ക് നല്ലൊരു സൺസെറ്റ് കിട്ടി. അപ്പോൾ നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് എവിടേക്കാന്ന് വെച്ചാൽ നമ്മുടെ മുരുടേശ്വര ടെമ്പിൾ എന്ന് പറയുന്ന ഒരു ശിവ ടെമ്പിൾ ഉണ്ട്. അവിടേക്കാണ്. ഇതാ ഫൈനലി നമ്മളവിടെ എത്തി. ഇവിടെ വലിയൊരു ശിവൻ്റെ സ്റ്റാച്യൂയും അതുപോലെ തന്നെ എന്താ പറയുക പഴയ ഇൻഡോ ഇസ്ലാമിക് വാസ്തുശൈലിയിൽ പണി തീർത്തിട്ടുള്ള ഒരു ടെമ്പിളും ഉണ്ട്. അത് കാണാനായിട്ടാണ് ഇപ്പോൾ നമ്മളിവിടെ എത്തിയിട്ടുള്ളത്. രാത്രിയൊക്കെ ഇവിടുത്തെ ലൈറ്റ് വർക്കും കാര്യങ്ങളൊക്കെ അടിപൊളിയാണെന്നാണ് പറഞ്ഞു കേട്ടിട്ടുള്ളത്. എന്തായാലും കൂടുതൽ വിശേഷങ്ങളൊക്കെ നേരിട്ട് കണ്ടു തന്നെ അറിയാം. അങ്ങനെ നമ്മുടെ മുരുടേശ്വര ടെമ്പിളിൻ്റെ അവിടെ നിന്ന് നമ്മൾ ഇറങ്ങാൻ പോവുകയാണ്. ഇവിടുത്തെ ഈ ഒരു ഷോപ്പിംഗ് ഏരിയ എന്നതാ അത്യാവശ്യം കുറച്ച് ഷോപ്പിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്ത് നേരെ നമ്മൾ ഫുഡ് അടിക്കാനായിട്ട് പോവുകയാണ്. എന്താ പറയുക ഈ ഒരു ട്രിപ്പിലെ ലാസ്റ്റ് ഫുഡാണ് ഈ ഒരു ഹോട്ടലിൽ നിന്ന് നമ്മൾ കഴിക്കാൻ പോകുന്നത്. അങ്ങനെ അതൊക്കെ നല്ല രീതിയിൽ വയറ് നിറച്ച് കഴിച്ച് അത്യാവശ്യം നല്ല രീതിയിൽ അടിച്ച് പൊളിച്ച് പാട്ടൊക്കെ ഇട്ട് ഈ ഒരു ട്രിപ്പ് നമ്മൾ അവസാനിപ്പിക്കാൻ പോവുകയാണ് കേട്ടോ ഗൈസ്. എന്താ പറയാ ചില റീലിലൊക്കെ പറയില്ലേ ട്രിപ്പ് കൊണ്ട് വലിയ മാറ്റങ്ങളൊന്നും വന്നില്ലെങ്കിലും ജീവിതത്തിൽ ഒരിക്കലും മറക്കാനാകാത്ത ഒരുപാട് നല്ലതും പൊട്ടയുമായ ഓർമ്മകൾ ബാക്കിയായല്ലോ. അത് മതിയല്ലോ. അതാ വണ്ടിയിലെ ലൈറ്റും പാട്ടൊക്കെ ഓണായി. പിന്നെ ഒന്നും നോക്കണ്ട, അടിച്ചാ പൊളിക്കട്ടാ. അപ്പോൾ ഫ്രണ്ട്സ് നമ്മുടെ ട്രിപ്പ് അങ്ങനെ അടിച്ച് പൊളിച്ച് ഇവിടെ അവസാനിച്ചിരിക്കുകയാണ്. ഇത് നമ്മുടെ ബസ്സിൻ്റെ സാരഥിയാണ് അനൂപേട്ടൻ. അത് നമ്മുടെ ട്രിപ്പിൻ്റെ എല്ലാ പ്ലാനിങ്ങും കാര്യങ്ങളൊക്കെ നടത്തിയത് മിഥുൻ ചേട്ടനാണ്. ഇവരാണ് നമ്മുടെ ഈ ഒരു 5 ദിവസത്തെ ട്രിപ്പിൻ്റെ മെയിൻ ഘടകങ്ങൾ. അപ്പോൾ നിങ്ങൾക്കൊരു ട്രിപ്പ് പോകണമെന്നുണ്ടെങ്കിൽ ഇവരെ വിളിച്ചോ. ഇവരുടെ നമ്പറും കാര്യങ്ങളൊക്കെ 2 പേരുടെയും അല്ലെങ്കിൽ 2 ടീമിൻ്റെയും
നമ്മൾ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. ഇതുപോലെയുള്ള മറ്റ് പുതുപുത്തൻ കണ്ടന്റുകളുമായിട്ട് ഇനിയും വരുന്നതായിരിക്കും. ശബരിനാഥ് മള്ളി സൈനിങ് ഔട്ട്. ബൈ ബൈ.